നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമീൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. പല സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും ഉപ്പുറ്റി പാദം നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ധാരാളം ഇങ്ങനെ വിള്ളല് പോലെ, ചില ആളുകളിൽ വിള്ളല് കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് വേദന, ബ്ലഡ് പോലെയുള്ള കാര്യങ്ങൾ, നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കണ്ടുവരാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് വിള്ളൽ ഉണ്ടാകുന്നത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാരണം പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓയിൽ, ഒരു സിബം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അത് കുറയുമ്പോൾ അങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പില്ലാതെ കുറെ സമയം ഇങ്ങനെ നടക്കുക, കൂടുതലായിട്ട് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്തും അതുപോലെ വിള്ളൽ വരാറുണ്ട്. ശരിക്കും നല്ല രീതിയിൽ ജലാംശം നല്ല രീതിയിലില്ല, വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല, ജലാംശം കുറയുന്ന സമയത്തും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. ശരീരത്തിൽ പോഷകക്കുറവ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും, ചിലതരം സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകാറുണ്ട്. പ്രായമാകുമ്പോഴും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ശരീരത്തിൽ ഇങ്ങനെ പാദത്തിൽ ഇങ്ങനെ കൂടുതലും വിള്ളൽ അനുഭവപ്പെടുക. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇത്തരത്തിൽ കാണുന്ന വിള്ളലുകളെ മാറ്റാനായിട്ട് പറ്റുന്ന നല്ലൊരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ നല്ല രീതിയിൽ വിള്ളലിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ ഇവിടെ ഈ പറഞ്ഞ കാരണങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതും നന്നായിട്ട് മാറ്റാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ് ആ റെമഡി, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര നാൾ വരെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ റെമഡി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 5 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ, 4 ടേബിൾ സ്പൂൺ കടുകെണ്ണ, അതുപോലെ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് മെഴുക്, 4 ടീസ്പൂൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പഴയ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. കാരണം മെഴുകൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു പഴയ പാത്രത്തിലേക്ക് മെഴുകും അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അവസാനമായിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ള വെളിച്ചെണ്ണകളും ഗ്ലിസറിനും എല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യുക. മെഴുകുരുകുന്നത് വരെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ആയിട്ട് വന്നു എന്ന് കാണുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ വൈറ്റമിൻ ഇയുടെ, അതും കൂടി പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വെക്കുക. നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചൊരു ഇളം ചൂടിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കാലുകളിൽ വിള്ളലുകൾ അത്രയ്ക്കൊന്നും ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിള്ളലുകൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സും കൂടി ചെയ്ത് ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലൊരു റിസൾട്ടും കൂടി നമുക്ക് കിട്ടുള്ളൂ. കാരണം കാലുകളിലത്തെ ഡെഡ് സ്കിൻ ഒക്കെ പോയിട്ട് നമ്മൾ ഈ ഒരു റെമഡി ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ചൊരു ഷാമ്പു, ഏതെങ്കിലും ഒരു ഷാമ്പു നിങ്ങളുടെ കയ്യിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഇടുക. ശേഷം അതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് 2 കാലുകളും ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതായത് കാലൊരു പെഡിക്യൂർ പോലെ നമ്മൾ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ലൂഫ് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാല് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കുക. നമ്മുടെ കാലുകളിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്യൂമിക് സ്റ്റോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കാലിന്റെ ഈ ഒരു പാദം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഉരയ്ക്കുക. ഉരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെയുള്ള വെള്ള പൊടികൾ പോലെയുള്ള കാര്യങ്ങൾ പോകുന്നത്. ഇതെന്ന് പറഞ്ഞ കാലിൽ ഉണ്ടായിരിക്കുന്ന ഡെഡ് സ്കിൻ ആണ്. ഇനി നിങ്ങളുടെ കാലിൽ നന്നായിട്ട് വിള്ളലുകൾ ഉണ്ട്, നന്നായിട്ട് വേദനയുണ്ട്, അതുപോലെ ബ്ലഡ് ഒക്കെ നന്നായിട്ട് പോകുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ. കാരണം നിങ്ങൾ നേരെ കാല് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റെമഡി, അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പേസ്റ്റ് ഉണ്ടല്ലോ അത് നേരിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിലൂടെ നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ പോവും. അപ്പൊ നമ്മുടെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടാനുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് ചെയ്യുന്നത്. ശേഷം നന്നായിട്ട് ഈ ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ട് കളഞ്ഞ് കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകുക. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കളയുക. ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മുടെ കാലിന്റെ അടിയിലും അതുപോലെ തന്നെ ഉപ്പുറ്റിയുടെ ഭാഗത്ത്, എവിടെയാണ് വിള്ളൽ കൂടുതൽ എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് റാപ്പ് പോലെ ഇത്തരത്തിലുള്ള റാപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇത് കവർ ചെയ്യാനുള്ള കാരണം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ മുകളിൽ കൂടെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു സോക്സും കൂടി ഇട്ട് കൊടുക്കുക. ഈ സോക്സ് ഇടുന്നത് ചില സമയത്ത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ഈ കവറൊക്കെ ഇളകി പോകാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ആവും. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്നും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു നമ്മൾ കാലിങ്ങനെ സോക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കാല് വെക്കേണ്ടത്, അത് എന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അത് ആഴ്ചയിൽ 1-2 വട്ടം മാത്രം ചെയ്താൽ മതി. പക്ഷെ പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഡെയിലി അപ്ലൈ ചെയ്യണം. ഡെയിലി അപ്ലൈ ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ കവറൊക്കെ മാറ്റി അതിന്റെ ബാക്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാകും. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ഇളം വെള്ളത്തിൽ കാലിങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഇപ്പൊ ഏതാണ് നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചറൈസർ കാലിന്റെ ഉപ്പുറ്റിയിലും കാലിന്റെ പാദത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. പിന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാര്യം എപ്പോഴും നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചെരുപ്പ് പുറത്തേക്ക് പോകുമ്പോൾ ചെരുപ്പ് ഇടുക. അതുപോലെ തന്നെ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്ന അത്രത്തോളം നല്ലതായിരിക്കും. പിന്നെ 2 നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കാലിൽ നന്നായിട്ട് വിള്ളലുണ്ട്, വേദനയുണ്ടൊക്കെ ഉണ്ടെങ്കിൽ വാസ്ലിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കുക, നല്ല പോഷകം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബോഡീനെ എപ്പോഴും നന്നായിട്ട് ഫിറ്റ് ആയിട്ട് വെക്കുക. കാരണം പുറത്തുനിന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും കൂടിയാണ് ഇതിലൂടെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. നിങ്ങളും ഇത് ചെയ്ത് ഇതിന്റെ റിസൾട്ട് എന്നെ അറിയിക്കാനും കൂടി ശ്രദ്ധിക്കണം. കുറച്ച് നാളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.